ഡോക്ടർ ജഡ്ക, നിങ്ങൾ എത്ര മനോഹരമായ സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഡോക്ടർ സാർ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെ കറങ്ങാൻ വന്നതിന്. അതെ ചേട്ടാ, നിങ്ങൾക്കും ഈ ഡോക്ടർ സാറിനെ പരിചയമുണ്ടോ? അതെ, ഇത് നമ്മുടെ ചങ്ക് സുഹൃത്താ. എന്റെ ചങ്ക ഇപ്പൊ ആരോഗ്യം എങ്ങനെയൊക്കെ ഉണ്ട്? പഴയതിനേക്കാൾ വളരെ മോശമാണ്. നേരത്തെ കണ്ടപ്പോ ഞാനൊരു മരുന്ന് എഴുതി തന്നില്ലായിരുന്നു, അത് കഴിച്ചോ താങ്കള്? ഇല്ല, മരുന്നിന്റെ പേപ്പർ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഞാനത് ഉദ്ദേശിച്ചത് നീ അത് മേടിച്ചോന്നാ. അതെ, നിങ്ങൾ തന്നു, ഞാൻ അതങ്ങ് മേടിച്ചു. എടാ മരമണ്ടോ, നീ മരുന്ന് കുടിച്ചോന്നാ ഞാൻ ഇല്ല ചോദിച്ചത്. ഡോക്ടർ സാർ, മരുന്ന് ചുവന്ന നിറമായിരുന്നു. എടോ കഴുതേ, താൻ ആ മരുന്ന് കഴിച്ചായിരുന്നോന്ന്? അല്ല സാർ, എന്റെ പേര് എടോന്നല്ല, പീലിയ എന്നാണ്. ദൈവത്തോർത്ത് ഇവിടുന്ന് പോ, ഇവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തോന്നുന്നത്. ചേട്ടന്മാരെ, നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഇയാൾ എന്നെ തല്ലിയത്, എന്നിട്ട് നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്നോ? ഞാൻ മാർജിയോട് പോയി എല്ലാം പറഞ്ഞു കൊടുക്കും. അല്ല, അയാളെന്താ അങ്ങനെ സംസാരിച്ചിട്ട് പോയേ? മുമ്പ് എന്നെ പരിചയമുള്ളത് പോലെ. എന്താ ചേട്ടാ, നിങ്ങൾ എവിടെയൊക്കെ പോയി ഞാൻ അന്വേഷിക്കണം? നിങ്ങൾ എവിടെ നിൽക്കുവാണോ? എന്നാ പിടിച്ചോ നിങ്ങളുടെ 5000 രൂപ. സോറി, കുറച്ച് വൈകിപ്പോയി. എനിക്കറിയായിരുന്നു നിങ്ങൾ പോലീസിനടുത്ത് എന്ന് കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു ഉദ്ദേശമെന്ന്. ഇനി എങ്ങാനും ഞാൻ കാശ് തരാണ്ട് ഓടിപ്പോയാ എന്നെ ജയിലിലിടാനുള്ള പരിപാടിയായിരുന്നു. നിങ്ങൾ ആരാ ചേട്ടാ? എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട. ഇല്ലല്ല, അങ്ങനെയൊന്നും പറയരുത്. ഈ പൈസ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചേ പറ്റൂ. ഞാൻ വേടിക്കില്ല. എന്നെ എന്തിനാ തല്ലുന്നേ? അവസാനം എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കാനുള്ള പരിപാടിയില്ലേ? എന്നാ പിടിച്ചോ. 5000 രൂപയാ കിട്ടിയത്. വരൂ, നമുക്ക് പാർട്ടി നടത്താം. ഞാൻ ആർക്കും പാർട്ടി ഒന്നും തരില്ല. ഈ പൈസ ഞാൻ അയാൾക്ക് തന്നെ കൊടുത്തിട്ട് വരാം. നീ മര്യാദക്ക് വീട്ടിൽ നിന്ന് പൊക്കോ, ഇപ്പൊ തന്നെ പൊക്കോ. നീ ആ ശർമ്മയ്ക്ക് കൊടുത്ത 5000 രൂപ തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ ഇനി നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. ആ ശരി, ആ പൈസ മേടിക്കാതെ ഒരിക്കലും ഞാൻ ഇനി തിരിച്ചു വരില്ല. അവിടെയാണ് പുറത്തേക്ക് പോകാനുള്ള വഴി. ഇത് കണ്ടോ, മത്തല് നേരത്തെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. നീ ഇവിടെ എപ്പോഴാ എത്തിയത്? ഇപ്പളാ വന്നേ. നിങ്ങളൊക്കെ ആരാ? ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ, പൈസ മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു തീർക്കാനല്ലേ പരിപാടി? ഏത് പൈസ? നിന്റെ നാടകമൊക്കെ മതിയാക്ക്, ഇല്ലെങ്കിൽ 5000 ഞാൻ കുത്തിരി പിടിച്ചു. ഏത് 5000 രൂപ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? ഇവന്റെ പോക്കറ്റ് ആദ്യം ആ കാശ് അങ്ങോട്ട് എടുക്ക്. കാശ് കിട്ടിയപ്പോ ഇവന്റെ കൂട്ടുകാരെ പോലും വേണ്ടെന്നായി. എന്തൊക്കെയാ ചെയ്യുന്നേ? എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മേ, ഒരു 5000 രൂപ
പൈസയ്ക്ക് വേണ്ടി നിനക്ക് ഞങ്ങളെ പോലും വേണ്ടതായോ? എന്നിട്ട് ഞങ്ങളെ കാണുമ്പോ മോഡ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇതെന്താ വരുന്നവനും പോകുന്നവനൊക്കെ എന്നെ പിടിച്ചടിക്കുന്നു. ആദ്യം ആ പുള്ളിക്കാരൻ അടിച്ചു, ഇപ്പൊ ഇതാ നിങ്ങളെ പിടിച്ചടിക്കുന്നു. ഓ പത്തു, എന്റെ ചങ്കേ, നീ കരയണ്ട. വാ, നമുക്ക് ആ ഹോട്ടലിലേക്ക് പോകാം. ചെലവീതാ മതി. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവാ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മടിയാ. ഹേയ് ശർമ്മ, 1 വർഷമായി നീ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിച്ചിട്ട്. ഇന്ന് തന്നെ എനിക്കത് തിരിച്ചു വേണം. ഇന്ന് രാവിലെയല്ലേ ഞാൻ നിങ്ങൾക്ക് തിരികെ തന്നത്? എന്ത്? ഇന്ന് രാവിലെ തന്നെന്നോ? ഇത്രയും വലിയൊരു നുണയോ? അങ്ങനെ നുണ പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഞാൻ ഇന്ന് പൈസ മേടിച്ചിട്ടേ പോകൂ. ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു എന്ന് വെച്ച് വീട് വിട്ടു പോകുകയാണോ വേണ്ടത്? നമുക്ക് വീട്ടിലേക്ക് പോകാം, വരൂ. നിങ്ങൾ ആരാ? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നെ നിനക്ക് അറിയില്ലടാ. എന്റെ ചക്കരേ, എന്റെ മുത്തേ, എന്റെ ചക്കര കുട്ട, എന്റെ പൊന്നെ, നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? നിന്റെ അമ്മയെ കൂടെ മറന്നുപോയോ ടക്കുലു? അല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ ചക്കരയും മുത്തും പൊന്നും വാവയൊന്നും അല്ല. ഓഹോ, എവിടെ പോയ ഇവിടെയും കാണുന്നില്ലല്ലോ. ടക്കുലു മോനെ, കഴിക്കി, പെട്ടെന്ന് കഴിക്കി. ഞാൻ നോക്കട്ടെ നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന്. മതി, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി വേണോ? ഇന്നാ കഴിക്കി, ഒരെണ്ണം കൂടി. എന്റെ ടക്കുലു ഒരു ദിവസം കൊണ്ട് എത്ര ക്ഷീണിച്ചു പോയി. ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒന്ന് നിർത്ത്. ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ല. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ടക്കലു അല്ല, അല്ല, അല്ല. ഞാൻ ടക്കലു അല്ല, അല്ല, അല്ല. ഇത് നീ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? ഞാൻ പത്ലു അല്ല, ഞാൻ പത്ലു അല്ല, ഞാൻ പത്ലു അല്ല. അല്ല, എന്റെ ശബ്ദത്തിന്റെ എക്കോ എങ്ങനെ തെറ്റായി വരുന്നേ? ഞാൻ നിങ്ങളുടെ ടക്കലു അല്ല, ഞാൻ നിങ്ങളുടെ പത്ലു അല്ല. ഇതെന്റെ മോന്റെ ശബ്ദമാണല്ലോ. ഇത് എവിടെന്നാ? ഇത് പത്തനംതിട്ട ശബ്ദമാണല്ലോ. അമ്മേ, ഇത് കണ്ടോ? ഈ ആൾക്കാർ എന്നെ പത്ലു പത്ലു എന്ന് പറഞ്ഞ് ശല്യം ചെയ്യാ. അല്ല, നീ ആരാ? നിന്നെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോ. ഓ, അപ്പൊ നീ കാരണമാണ് എനിക്ക് രാവിലെ മുതൽ അടി കിട്ടുന്നല്ലേ? നീ കാരണോ എനിക്കും അടി കിട്ടുന്നത്? എന്നോട് ക്ഷമിക്കൂ മോനെ. നീ എന്റെ മകനാണെന്ന് വിചാരിച്ച ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല രണ്ടുപേരുടെ മുഖം ഇത്രയ്ക്ക് സാമ്യതയുണ്ടാകുമെന്ന്. അതാ പഴയ ആൾക്കാര് പറയുന്നേ, ഒരാളെ പോലെ 7 പേരുണ്ടാകുമെന്ന്. അല്ലേ പത്ലു? വരൂ മോനെ, അകത്തേക്ക് വരൂ. എല്ലാവരും വരൂ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. ഇന്ന് എന്തായാലും കഴിച്ചതും കുടിച്ചതും കിട്ടിയതൊക്കെ വയറ് നിറഞ്ഞു. വേറൊരു ദിവസം വരാം. ടക്കലു, ഇന്നാ പിടിച്ചോ നിന്റെ 5000 രൂപ. നീയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാള് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഓ, ഞാനും അയാളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. താങ്ക് യു പത്ലു. അപ്പൊ ശരി മോനെ, ഇത് നിന്റെ കൂടെ വീടാണ്. എപ്പോ നിനക്ക് തോന്നുന്നു അപ്പൊ വരാം. വരൂ, നമുക്കിനി എവിടെയെങ്കിലും പോയി വല്ലത് കഴിക്കാം. ഭയങ്കര വിശപ്പെന്ന്. ദേ നോക്ക് ടക്കലു, അവൻ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും വന്ന് ചോദിക്കുന്നു. വിടരുന്നവന്മാരെ പോയി അടിക്ക്. ഓടിക്കോ, ഇവിടെ ഭക്ഷണം കിട്ടില്ല. ഭക്ഷണത്തിന് പകരം അടിയാ കിട്ടുന്നത്.
മുടിയില്ലാത്ത തലയാണെങ്കിലും വരൂ, വന്ന് അതിന് പരിഹാരം നേടൂ. അതിന് പറ്റിയ മരുന്ന് എന്റെ കയ്യിലുണ്ട്. എന്റെ മുടി കണ്ടോ? ഇതേപോലെ വലിയ മുടി നിങ്ങൾക്ക് വളർത്താം. വലിയ മുടി. മുടി വളരുമെന്നോ? സത്യം? അമ്മയാണ് സത്യം. അഥവാ കള്ളമാണെങ്കിൽ എന്റെ മുടി ഇല്ലാതെ പോട്ടെ. മുടി വളർന്നില്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നതാണ്. വരൂ, വന്ന് തുടങ്ങിക്കും നിന്റെ മസാജ്. ഇതല്ലേ മസാജ്? ബത്തലു, നീയും വേണേ മസാജ് ചെയ്തോ. ഇവൻ വളരെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എന്നാ ശരി ഏട്ടാ, എന്റെ തലയിലൊന്ന് മസാജ് ചെയ്യേ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിങ്ങൾ ആരും ഇതുവരെ മനുഷ്യരെ കണ്ടിട്ടില്ലേ? മനുഷ്യരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ പോലുള്ള മനുഷ്യരെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തൊക്കെ നിങ്ങൾ പറയുന്നേ? ഞങ്ങളുടെ ഉള്ളിൽ അതിന് മാത്രം എന്താ ഉള്ളേ? നിങ്ങളുടെ ഉള്ളിലല്ല, തലയ്ക്ക് മുകളിലാണ് പുല്ല് വളർന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, ഇത്ര മനോഹരമായി എങ്ങനെയാണ് പുല്ല് വളർത്തിയതെന്ന്? ഞങ്ങളുടെ തലയിൽ നിങ്ങളുടെ തലയില് പുല്ലോ? ഇതെന്താ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? ഇത് നിന്റെ മസാജ് ചേട്ടന്റെ എണ്ണ കാരണം കൊണ്ട് ഉണ്ടായതാ. കുറച്ചുകൂടെ മസാജ് ചെയ്യായിരുന്നില്ലേ? നീ കാരണം കൊണ്ട് എനിക്കും ഈ ഗതി വന്നു. മോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. ഈ പുല്ല് പറിക്കാനും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ആലോചിക്കേ. എന്താ ചെയ്യാ? ആ പൂന്തോട്ടക്കാരനെ നമുക്ക് ആവശ്യമുണ്ട്. ഐഡിയ. താങ്ക് യു വല്യേട്ടാ. വളരെ വളരെ നന്ദിയുണ്ട്. ഇത് വീണ്ടും വളർന്നല്ലോ. പിന്നെ ചേട്ടാ, ഒന്ന് നിന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ ഒന്ന് തരുമോ? ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ സാർ. ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോ? നല്ല അടിപൊളി പുല്ല്. അല്ല, നീ എന്തായി ചെയ്യുന്നത്? ഇതെന്റെ തലയിൽ മുളച്ച പുല്ല. ഒന്ന് പതുക്കെ പറ. ഗസീട്ടാറാമംഗം കണ്ടാലേ ജീവിതകാലം മുഴുവൻ നമ്മളെ കളിയാക്കും. മോട്ടു, രക്ഷിക്ക്. ആരെങ്കിലും പിടിക്കാ ഇതിനെ. എന്റെ പൊന്നു മകളെ, ഒന്ന് നിൽക്കൂ പ്ലീസ്. അത് നിന്റെ ഭക്ഷണമല്ല, എന്റെ കൂട്ടുകാരനാ. മര്യാദക്ക് നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും. മോട്ടു, രക്ഷിക്ക്. അതിന് എനിക്ക് ഇതിന്റെ അടുത്ത് എത്തിയാലല്ലേ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ഞാനിത് ഏത് കുതാമിലാ എത്തിയത്? വേണ്ട വേണ്ട, അരുതാത്തതൊന്നും കാണിക്കരുത്, കേട്ടല്ലോ.
ഇല്ലെങ്കിൽ എന്നെ പോലെ വൃത്തികെട്ട ഒരുത്തനെ നീ കണ്ടൊന്നും വരില്ല. ഇപ്പൊ തന്നെ ഒരുപാടായി. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ തലയിലുള്ള പുല്ല് തിന്നു കളയാന്നോ? ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ തലയിൽ പുല്ല് വളർത്താനുള്ള അധികാരമില്ലേ? നിനക്ക് നാണമില്ല പശു? നിനക്ക് മനസാക്ഷി തൊട്ട് വെച്ചിട്ടില്ലേ? എവിടെയെങ്കിലും പോയി ആരുടെ തലയിലുള്ള പുല്ലും തിന്നാന്നാണോ? നന്ദി കെട്ടവളെ, നാണമില്ലാത്തവളെ, വഞ്ചകി. ഞങ്ങൾ മനുഷ്യരിവിടെ ജീവിക്കരുതെന്നാണോ? ആലോചിക്ക്, ആലോചിക്ക്. എന്താ മിണ്ടാത്തെ? സോറി. കൊള്ളാം മോട്ടു, കൊള്ളാം. എന്തൊരു പ്രസംഗമായിരുന്നു. നിനക്കൊരു നേതാവായിക്കൂടെ? ഐഡിയ. വരൂ, വേഗം ചെന്ന് നമുക്ക് കുറച്ച് സമൂസ കഴിക്കാം. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് സമൂസയുടെ ഒരു വിചാരം മാത്രമേ ഉള്ളോ? ചേട്ടാ, വേഗം കുറച്ച് സമൂസതാ. ഇനിയും താമസിപ്പിച്ച പുല്ല് വളരും. എന്താ പറഞ്ഞത്? അതിനർത്ഥം വേഗം കുറച്ച് സമൂസ എടുക്കുക, അല്ലെങ്കിൽ വിശപ്പ് കൂടുവന്ന്. ഇന്നാ പിടിച്ചോ സമോസ. ആദ്യം പൈസയും ഇങ്ങോട്ട് എടുക്ക്. ഇതെന്താ നിങ്ങളുടെ തലയിൽ തുണിക്കെട്ട്? തുണി കൊണ്ടുണ്ടാക്കിയ കിരീടാണോ? ഇപ്പൊ കുളി കഴിഞ്ഞതേ ഉള്ളൂ. തലമുടി നനഞ്ഞിരിക്കുക. തലമുടി നനഞ്ഞിരിക്കുകയാണെന്നോ? ഇതെന്താ ഇത്? ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. സമൂസേ, ഞങ്ങളെ രക്ഷിക്കൂ. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ പ്ലീസ്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ പറ്റിയതെന്ന് പറയാ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങള് രണ്ടാൾ എന്താണ് കരഞ്ഞോണ്ട് വരുന്നത്? വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയത് പോലെ ഉണ്ടല്ലോ. വലുതല്ല, അതിലും വലിയ പ്രശ്നമാണ്. ദേ നിങ്ങൾ കണ്ടോ? ഫേനെ കിടന്ന് കറങ്ങാതെ ഞങ്ങളുടെ ജീവിതം ഒന്ന് തിരിച്ചതാ. ആദ്യം ഞങ്ങളുടെ ഈ തലയിൽ നിന്ന് ഈ പുല്ലുകളൊക്കെ ഒന്ന് മാറ്റിത്താ. ഓ, രണ്ടുപേര് നിങ്ങളായിരുന്നോ? എല്ലായിടത്തും വാർത്ത വരുന്നുണ്ടായിരുന്നു. രണ്ടുപേര് തലയിൽ എന്തോ എണ്ണ തേച്ചിട്ട് അവരുടെ മുടി പുല്ല് പോലെ വളർന്നെന്ന്. ആ പറഞ്ഞ ആൾക്കാര് ഞങ്ങളാണ്. ഞങ്ങളെ രക്ഷിക്ക്. ഓ, എന്റെ ചങ്ക, ഒരു കാര്യം ചെയ്യേ. നിങ്ങൾ ഈ ബോംബ് തലയിലെ പുല്ല് വെച്ചങ്ങ് പൊട്ടിക്കുക. പിന്നെ നോക്കുമ്പോ നിങ്ങളുടെ തലയും കാണില്ല, പുല്ലും കാണില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ പക്ഷേ ഇതിന് ഒരു വഴി കണ്ടിട്ടുണ്ട്. ഈ സ്പ്രേ നിങ്ങൾ കണ്ടില്ലേ? ഈ സ്പ്രേ അടിക്കുവാണെങ്കിലുണ്ടല്ലോ, പുല്ലും കാണില്ല, നിങ്ങൾ പഴയതുപോലെ ആവുകയും ചെയ്യും. ഡോക്ടർ ജഡ്ക, വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. സന്തോഷം. ഓയ് ബല്ലെ, ബല്ലെ, ഓയ് ബല്ലെ, ബല്ലെ. കുറച്ച് പൂവിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും നിങ്ങൾ നികത്തി തന്നു. ഇതെന്താ? ആദ്യം ഞങ്ങളുടെ തലയിൽ വെറും പുല്ല് മാത്രമല്ലടാ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു പൂന്തോട്ടം തന്നെ ആക്കി കളഞ്ഞല്ലോടാ നീ. നമുക്കൊരു പൂക്കച്ചവടം തുടങ്ങിയാലോ? ചെലപ്പോ ഇതുകൊണ്ട് നല്ല കാശുണ്ടാക്കാൻ സാധിക്കും. പൈസയോ? എങ്ങനെ? കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്, അറിയോ? ഞാൻ ഉറപ്പ് പറയുന്നു, നമുക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. കിട്ടുന്ന കാശ് നമുക്ക് 3ആയി പങ്കുവെക്കാം. പിന്നെ മോട്ടു, നിനക്ക് എത്ര സമോസ വേണമെങ്കിലും കഴിക്കാം. എനിക്ക് സമ്മതമാണ്. ചേട്ടാ, ഒരു നീലയും ചുവപ്പും കളറുള്ള പൂവിന്റെ ഒരു കെട്ടിങ് എടുത്തേ. എനിക്ക് എല്ലാ കളറിലെയും പൂവും കൂടി മിക്സ് ചെയ്തിട്ട് വരണം. എന്താ അടിപൊളി ചെടികളായത്. ദേ, കണ്ടില്ലേ? ഒരു പൂ പറിക്കുമ്പോ അതിലൂടെ വേറെ മുളച്ചു വരുന്നത്. അതെ, നിങ്ങൾ ഈ അത്ഭുത ചെടി എവിടെ നിന്നാണാവോ കൊണ്ടുവന്നേ? പൊളിച്ചെടുത്തല്ലോ. അത് മാത്രം ചോദിക്കരുത്, ഞങ്ങൾ ഈ പൂക്കളൊക്കെ എവിടുന്നാ കൊണ്ടുവന്നേന്ന്. ഇത് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടാ. ഞങ്ങൾ അത് ഒരിക്കലും പുറത്തു പറയില്ല. ഈ ചെടികൾ വളരെ ദൂരത്തുനിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ.